സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പെൻഷൻ തുക വിതരണം ചെയ്തിരിക്കുന്ന രീതിയിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് നമ്മുടെ നാട്ടിലെ കാർഷിക സഹകരണ ബാങ്കുകൾ വഴിയും മറ്റ് സഹകരണ സംഘങ്ങൾ വഴിയും പെൻഷൻ തുക വീടുകളിലേക്ക് ലഭ്യമാക്കിയിരുന്നു. വിതരണ ഏജന്റുമാർ നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്ന ഡയറക്റ്റ് ടു ഹോം എന്ന രീതി നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ രീതി നിർത്തലാക്കാനാണ് നിലവിൽ ഇപ്പോൾ പ്രധാന നിർദ്ദേശം വരുന്നത്. നിലവിൽ സംസ്ഥാനത്തെ വിവിധ വാണിജ്യ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് പെൻഷൻ തുക സ്വീകരിച്ചവർക്കും ഈ തീരുമാനം കൊണ്ട് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകില്ല. ബാങ്കുകളിൽ നേരിട്ട് പോകാൻ സാധിക്കാത്ത അവശതയുള്ളവർക്കും പ്രായമായവർക്കും ഏറെ ആശ്വാസമായിരുന്നു വീടുകളിലേക്ക് തുക എത്തിച്ചു നൽകിയിരുന്ന രീതി. എങ്കിലും പുതിയ തീരുമാനപ്രകാരം കിടപ്പ് രോഗികളായിട്ടുള്ള വ്യക്തികളെ പ്രത്യേകം പരിഗണിക്കുകയും അവർക്ക് ഈ വ്യവസ്ഥയിൽ ഇളവ് നൽകുകയും ചെയ്യുന്നതാണ്. ശേഷിക്കുന്ന ബാക്കി മുഴുവൻ ഗുണഭോക്താക്കൾക്കും നിർബന്ധമായിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയായിരിക്കും പെൻഷൻ തുക കൈപ്പറ്റേണ്ടി വരിക. ഇതിന്റെ ഭാഗമായിട്ട് പെൻഷൻ തുക ലഭ്യമാകാൻ ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായിട്ടും ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. സർക്കാർ ഘട്ടം ഘട്ടമായി മാത്രമായിരിക്കും ഈ മാറ്റങ്ങൾ പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് തന്നെ സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും രേഖകളും സമർപ്പിച്ചാൽ മതിയാകും. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.